ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മലയേറ്റ മുകൾക്കുള്ള യാത്രക്കുള്ളൊരു റോഡിലാട്ടോ. അതായത് കാടിൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ അവിടുന്ന് ദൊഡ്ഡുകട്ടിയല്ലല്ലോ, എന്താ കൊട്ടിയാർക്കണ്ടി. ദൊഡ്ഡുകട്ടി ഇവിടെ വേറെ സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പേര് മാറിപ്പോണത്. അപ്പോൾ കൊട്ടിയാർക്കണ്ടി ഉന്നതിന്ന് നേരെ വന്ന് ഏതോ ഒരു റോട്ടിൽ കൂടി വന്നിട്ട് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം കയറി കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങണ വഴി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് വേണ്ട, കയറുന്നതൊക്കെ ഒരു സൂപ്പർ സാഹസിക യാത്ര പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി പകുതി വരെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ മണ്ടയ്ക്ക് പോയിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയാലേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വന്നത് കുറേ വീടുകളുടെ ഇടയിൽ കൂടിയാണ്. ഇതും ഒരു ഉന്നതിയാണ്, പക്ഷേ ഈ ഉന്നതിയുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചും കണ്ടില്ല. അപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ ഞാൻ കടന്നു വന്ന വഴികളത്തെ വീടുകൾ കുറച്ചെണ്ണം കാണിച്ചു തരാം. ഞാൻ ആ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കുറച്ച് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇത് ഫെൻസിങ് ആണ്. ഇപ്പോൾ അത് കറണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് മുട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ഒന്നിങ്ങനെ സ്റ്റെപ്പ് കയറാം, മുട്ടിയില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ അതേ നമ്മൾ കടന്നു വന്ന വഴി അത് കൂടി വന്നിട്ട് ഇതേണ്ട, ഈ റോഡിൻ്റെയൊക്കെ അപ്പുറത്ത് കൂടി ഒരു റോഡുണ്ട്. അല്ല, ഈ വീടിൻ്റെ അപ്പുറത്ത് കൂടി റോഡുണ്ട്. അപ്പോൾ അത് കൂടിയൊക്കെ വന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നല്ല കൃഷികളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ആ മഞ്ഞപ്പൂക്കളുള്ള ഈ രണ്ട് തെങ്ങുണ്ടല്ലോ, ഈ രണ്ട് തെങ്ങ്, അതിൻ്റെ അപ്പുറത്ത് കണ്ടത് പരുത്തി കൃഷിയാണ്. പരുത്തി, പിന്നെന്തായിരുന്നു അവിടെ കണ്ടത്, തുവര, അതൊക്കെയാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വീടുകൾ കേട്ടോ. ഇതൊരു ഉന്നതിയാണ്, നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ അതേ മല നോക്ക്, മല ഒരറ്റത്തുനിന്ന് കാണിക്കട്ടെ. അതാ അങ്ങ് റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് ഈ മലനിരകളൊക്കെ നിൽക്കുന്നതെന്ന്. തട്ടായിട്ട് തന്നെ, മറ്റുള്ളതിൽ കണ്ട പോലെയൊക്കെ തന്നെ കേട്ടാ. അപ്പോൾ അത് ഞാൻ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി അതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിൽ അപ്പിയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അവിടെ മേലെ ഭൂതയാറ് പോയ പോലെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീട്ടിലും എല്ലാ വീട്ടിലൊന്നും ബാത്റൂമൊന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പം. പിന്നെ മനുഷ്യൻ്റെ അപ്പിയാണോ നായ്ക്കുട്ടിയുടെ അപ്പിയാണോ എന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഈ പുല്ലിലൊക്കെ ഇങ്ങനെ വരിവരിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടും വേണം ചവിട്ടുക, നിലത്തൊക്കെ ചവിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കയറാൻ പോണ മലയുടെ മോൾ ഭാഗമാണ് ആ കാണുന്നത്. അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കുക. ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്. ഇതൊരു മുളങ്കാട്, നല്ലൊരു ഇല്ലിക്കാട്. വെള്ളമൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ കയറി കിതക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂസും കൂടി കാണിക്കാം. ഇന്ന് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അവധിയല്ലേ, വെറുതെ വീട്ടിലിരിക്കുകയാണ്. അച്ചുകുട്ടിയാണെങ്കിൽ വീട്ടിലേക്കും പോയി. അപ്പോൾ ഒന്ന് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ തൊപ്പി എടുക്കാൻ മറന്നുപോയി. വെയിലിന് വേണ്ടിയിട്ട് കുടയുണ്ട്, കുട നിർത്തിയിട്ടിപ്പോൾ നടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഒരു തോർത്ത് വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തലയിലിട്ടിരിക്കുക. അയ്യോ, ഈ റോഡ് ഇപ്പോഴൊന്നും അവസാനിക്കൂല കേട്ടോ. അത് കൂടി പോയി ഈ മല മുഴുവൻ, അതുകൊണ്ട് അതിൻ്റെ പുറകിൽ കാണുന്ന ഈ മല മുഴുവൻ ചുറ്റി അതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറാൻ പറ്റും. നല്ല പച്ചപ്പായ സ്ഥലമല്ലേ, മണ്ടയ്ക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകാൻ വയ്യ. കാരണം ഇവിടെ കയറാമെന്ന് വിചാരിക്കുക. നമ്മളെ ഈ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ മലയിൽ കയറാം. അതിന് കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയല്ലേ, റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ വീട്ടിൽ പോയാൽ മതിയല്ല. അപ്പം ഞാൻ കയറുന്ന വഴിയൊക്കെ വേണ്ട ഇങ്ങനെയാണ്. അയ്യോ നേരുന്നോ, അങ്ങോട്ട് കയറുന്നുണ്ട്. തിരിച്ചിറങ്ങാൻ എന്ത് കാട്ടുമെന്ന് അറിയില്ല. കയറി വന്ന വഴി കാടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ പേടിയുണ്ട് കേട്ടോ. വല്ല ആനയോ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. നല്ല കാറ്റ്. അച്ചൂസും കൂടിയും കൂടെ വേണമായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു പട്ടമുണ്ടല്ലോ, ആ പട്ടമൊക്കെ കൊടുത്തിട്ട് ഇവിടെ പറത്തിക്കാൻ നല്ല കാറ്റ്. നമ്മൾ ഗതികേടൊന്നും വേണ്ട, വെറുതെ പിടിച്ചെടുത്താൽ മതി. കാറ്റിന് അങ്ങനെ പറന്നു പോയിക്കോളും. അയ്യോ, കയറി
ഒരു വിധത്തിൽ ഞാൻ നേരത്തെ കാണിച്ച വീടുകൾ അതാ അവിടെ താഴെ. ആ ഒരു പശു കരഞ്ഞതാണ് ഇപ്പം കേട്ടത്. ഇതിൽ കേട്ടോന്ന് അറിയില്ല കേട്ടോ. മലയുടെ പകുതിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ മണ്ടയ്ക്കാണ് പോകാൻ നിൽക്കുന്നത്. അവിടെ എവിടെയെങ്കിലും തണലുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് വന്നാൽ പോവാൻ തോന്നൂല കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. എന്തൊക്കെയോ യൂക്കാലിമരോ പൈൻമരോ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആഹാ, ഇനി ടോപ്പ് എത്തിയിട്ട് ഞാൻ കാണിക്കാം. അതുവരേക്കും ഇങ്ങനെ തന്നെ കയറട്ടെ കേട്ടാ. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരം കൂടി ഈ കുന്നും കൂടി അങ്ങോട്ട് കയറിയ ടോപ്പെത്തി. ഇതേപോലെ തന്നെ പുല്ലുകളൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. അപ്പുറത്തെ മലകളൊക്കെ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പായിട്ട് കല്ലും മുള്ളും മണ്ണും ഒന്നുമില്ല ഇല്ലാത്ത പോലെ പച്ച പരവതാനി വിരിച്ച പോലെയൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക. പക്ഷെ അതിൻ്റെ അവസ്ഥ ഇതെങ്ങനെയാണ് കേട്ടോ. ആ കല്ലും മുള്ളും കുറ്റിയും എല്ലാം ഉണ്ട്. നമ്മൾ നോക്കിയിട്ട് വേണം നടക്കാൻ. അപ്പോൾ ദൂരത്തുനിന്ന് ആയതും കൊണ്ടാണ് അത്ര ഭംഗിയിൽ കാണുന്നത്. പിന്നെ തുമ്മി വെയിൽ കൊണ്ടിട്ട് തുമ്മിയതാണ്. ചെറുതായൊരു നീരിറക്കം അതിൻ്റെ ഇതിൽ തുമ്മിയതാണ്. അപ്പോൾ ഞാൻ കയറി ഏകദേശം മുകളിലെത്തി. ഇനി ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ കാണിക്കണ്ടേ. അതായത് നമ്മൾ ഒരു ടോപ്പിലെത്തുമ്പോൾ തൊട്ടപ്പുറത്ത് അടുത്ത ടോപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും അങ്ങോട്ട് പോയാൽ എന്താന്ന്. അങ്ങനെ ഈ ടോപ്പിലെത്തിയത് തന്നെ ഇപ്പോൾ മതിയായി. നല്ല കയറ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ തൊട്ടപ്പുറത്തെ ടോപ്പ് അപ്പുറത്ത്. അയ്യ ടോപ്പിലെത്തി. ഹായ് എന്ത് രസാ നോക്ക്. ഇവിടെ ഞാൻ മാത്രം, വേറെ ആരുമില്ല. ആഹാ, ചുറ്റൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച. നമ്മൾ കയറി വന്ന അവിടുത്തെ വീടുകൾ അതാ എല്ലാം കാണാം. പിന്നെ അതേ മലനിരകൾ ഒന്ന് പതുക്കെ റൗണ്ട് അടിക്കാം ഞാൻ. അത് അവിടെ കുറച്ച് വീടുകൾ കാണാനുണ്ട്. പിന്നെ ഇത് എന്തൊക്കെയോ കൃഷി പറഞ്ഞ പോലെ പരുത്തി തുവരയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ പശുക്കളൊക്കെ അതാ അവിടെ ആ തട്ടിൽ മേയണു. ഒരു റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് റോഡാണ്. അതുകൊണ്ട് വണ്ടിയൊക്കെ കൊണ്ടുവരാൻ പ്രയാസമാണ്. അവിടെ ആ മലയുടെ മുകളിൽ ചെറിയൊരു ഹട്ട് പോലെ എന്തോ കണ്ടിട്ടോ. അത് ഇതിൽ കണ്ടു. ഇതുണ്ട് ഒരു ഹട്ട് പോലെ. അതെന്തോ സംഭവം എന്നറിയില്ല. അങ്ങോട്ട് നമ്മൾ പോയില്ലല്ലോ. അങ്ങോട്ട് നടക്കണമെങ്കിൽ കുറേ ദൂരം ആ റോഡിൽ കൂടി നടക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്താ സൂപ്പർ അടിപൊളിയാണ്. ഇപ്പം നേരം ഉച്ചയ്ക്ക് 1:30 ആവുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ മഞ്ഞ് ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് മീൻസ് തണുപ്പ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വെയിലിൻ്റെ ചൂടും ഉണ്ട്. അപ്പോൾ അന്തരീക്ഷമാണെങ്കിൽ ഇങ്ങനെ മങ്ങിയ വെയിലിൻ്റെ ആ ഒരു മൂടയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് ദൂരേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ നീല കളറായി മാറി. അതായത് നല്ല വെളിച്ചമായിരുന്നു. നമ്മൾ കൊണ്ട് കയറി വന്ന സമയത്ത് ആ 12:45 നല്ല വെളിച്ചമായിരുന്നു. അപ്പോൾ അതെല്ലാം നീല കളറായി മാറി. പക്ഷെ അത് ഏതാണ് ഊരെന്ന് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. കിട്ടിയ വഴി കൂടി വന്നതാണ്. അപ്പം ഇനി തിരിച്ചു പോകുമ്പോൾ അത് ഏതാ ഊരെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോഴത്തേനും ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം തണൽ തരഞ്ഞ് നടക്കുമ്പോൾ ഒരു കുഞ്ഞരിപ്പൂ ഇവിടെ നോക്കി തന്നെ ചിരിക്കാം. എന്നാൽ പിന്നെ അതിനെയും കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളമൊന്നും കിട്ടാതെ നിൽക്കായിരിക്കും പാവം. തൊട്ട് പുറത്ത് പിങ്ക് പൂക്കളൊക്കെ പരന്നിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ചോറ്, കപ്പ, മീൻകറി, മീൻ വറുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കുറേശ്ശെ എടുത്തു. അപ്പോൾ ഇത് മതിയല്ലോ. അപ്പം ഇനി വൈകുന്നേരം വീട്ടിൽ പോയി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് താഴെ പോയി ആരോടെങ്കിലും ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ 2-3 പേര് കണ്ടോ. 2 സ്വാമിമാരും ഒരു ചേച്ചിയും പോണ് കണ്ടില്ലേ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ഏത് ഊരാണെന്ന്. ഊര് പറഞ്ഞാൽ ഏത് ഊര് പറഞ്ഞത് ശീലാട്ടോ, ഏത് ഉന്നതിന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ദൊഡ്ഡുകട്ടിയാണ് എന്ന്.
അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് 3ാമത്തെ ഉന്നതിയിലാട്ടാ. ആദ്യം പോയി മേലെ ഉദയാർ, രണ്ടാമത് പോയി കൊട്ടിയാർ കണ്ടി, 3ാമത് വന്നു ദൊഡ്ഡുകട്ടി. ഏകദേശമൊക്കെ ഒരേപോലത്തെ പേരുകളായതും കൊണ്ടേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്. അപ്പോൾ അതാണ് ഈ ഉന്നതി ഇപ്പോൾ ഇവിടുന്ന് കാണിച്ചത്. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കണില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴെ അങ്ങനെ ഇറങ്ങി പോകും തന്നെ. അപ്പോൾ ഏതാണ് ദൊഡ്ഡുകട്ടി, ദൊഡ്ഡുകട്ടിട്ടാ. അപ്പോൾ അതാണ് ദൊഡ്ഡുകട്ടി. അപ്പോൾ ഇനി അടുത്തത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.